ക്ലാസ്സിലെത്തുമ്പോൾ ആകെ ഒരു വെപ്രാളമായിരുന്നു. ഒക്കെ അറിഞ്ഞാൽ ഇനിയൊരു സമാധാനം കിട്ടും. നിത്യ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. വേറെ പിള്ളേരോടിരുന്ന് സംസാരിക്കുന്നു. ഓടി അടുത്തേക്ക് ചെന്നു. കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഒരു ഒഴിഞ്ഞ മൂലയ്ക്ക് പോയി നിന്നു. പറയ്, നീ എന്തിനാ കിടന്ന് കിതയ്ക്കുന്നത്? വെള്ളം വേണോ? നിത്യ പുരികം ചുളിച്ച് ചോദിച്ചു. ഒന്നും വേണ്ട, നീ അറിഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ആ പറയാം. ആ ചേട്ടൻ്റെ പേര് മഹേഷ് എന്നാ. മഹേഷ് ഉള്ളിലൊന്ന് പറഞ്ഞു നോക്കി. പുള്ളി ഓട്ടോ ഡ്രൈവറാണ്. വീട് എവിടെയാണെന്ന് കേട്ടാൽ നീ ഞെട്ടും. എവിടെ? നിന്റെ കസിനില്ലേ ദർശന ചേച്ചി, അവരുടെ വീടിനോട് ചേർന്നാ. ഞെട്ടി, ശരിക്കും ഞെട്ടി. ദർശുവിൻ്റെ വീടിനടുത്തോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ എത്രയോ പ്രാവശ്യം അവിടെ പോയിരിക്കുന്നു, എന്നിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ആടി, അതവരിപ്പോൾ ഏറിയ ഒരു 1.5 വർഷം ഇങ്ങോട്ട് വന്നിട്ട്. മുമ്പ് വേറെ എവിടെയോ ആയിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന് വീട് വാങ്ങി താമസിക്കുക. അതെന്തിനാ? എന്തിനാ ഏതിനായെന്നൊക്കെ നീ അയാളോട് പോയി ചോദിക്കാൻ. ഓ, എന്നിട്ട് നീ ബാക്കി പറ. മഹേഷ് ചേട്ടന് ഒരു മോനാ? അല്ലല്ല, അയാളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 സഹോദരിമാരുണ്ട്. മൂത്ത ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇളയത് നമ്മുടെ കവലയിലെ സാരംഗി ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളാണ്. ഫാമിലിയൊക്കെ ഇച്ചിരി ശോകമാടി. നിത്യയുടെ മുഖത്തേക്കൊന്ന് ഉറ്റുനോക്കി. ശോകവോ? അതെന്ത്? അല്ല, കുറേ ബാധ്യതയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ് ഈ മഹേഷ് ചേട്ടനെന്ന് അറിഞ്ഞത്. ഓ അങ്ങനെ. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞത്? അതൊക്കെ അറിഞ്ഞു. മോൾ അപ്പം തിന്നാൽ മതി, കുഴിയെണ്ണാൻ വരണ്ട. ആയിക്കോട്ടെ അമ്മച്ചി. അങ്ങനെ പുള്ളിക്കാരനെക്കുറിച്ച് അറിഞ്ഞു. ഒക്കെ അറിഞ്ഞിട്ടും സ്നേഹം കൂടിയെന്നല്ലാതെ കുറഞ്ഞില്ല. പക്ഷെ ആകെ ഒരു സംശയം, നാളെ ഒരു സമയത്ത് വീട്ടിൽ ഈ ബന്ധം സമ്മതിക്കുമോ? സമ്മതിക്കാൻ പാടെന്ത്? ആള് പണിയെടുത്തല്ലേ ജീവിക്കുന്നത്. എല്ലാവരുടെയും ജീവിത സാഹചര്യം ഇപ്പോൾ ഒരുപോലെ ആയിരിക്കും. പണം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല ഞാൻ അയാളെ സ്നേഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ സ്നേഹമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മഹേഷ് ചേട്ടൻ ആരായാലും എന്തായാലും എനിക്കതൊന്നും കുഴപ്പമില്ല. ഇന്ന് ബാധ്യതയാണെങ്കിൽ നാളെ അത് മാറും. മനുഷ്യരുടെ കാര്യമല്ലേ, എന്നും ഒരുപോലെ ഇരിക്കുമോ? അല്ലെങ്കിലും പുറം മൂടിയിൽ എന്തിരിക്കുന്നു? മനസ്സ് നോക്കിയല്ലേ ഇഷ്ടപ്പെടേണ്ടത്. എന്ത് വന്നാലും ആര് പറഞ്ഞാലും എനിക്കെൻ്റെ മഹേഷ് ചേട്ടനെ ഇഷ്ടമാണ്, എൻ്റെ ജീവനേക്കാൾ. ചിപ്പിമോളെ, നിന്നതെ 5 വിളിക്കുന്നു. എഴുതി തീർക്കാനുള്ള ഒരു നോട്ട് കംപ്ലീറ്റ് ആക്കുമ്പോഴായിരുന്നു മുറിയിൽ വന്ന് അമ്മ വിളിച്ചത്. അടച്ചു വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. മുറ്റത്ത് നിൽക്കുവാണ് അഞ്ചു ചേച്ചി. കണ്ട ഉടനെ ഒന്ന് ചിരിച്ചു. എന്താ ചേച്ചി? ഡാ, ഇന്ന് വൈകുന്നേരം എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ വരുമോ? എവിടെ? നമ്മുടെ ഇവിടെ കൃഷ്ണൻകോവിലിൽ. ആ വരാം ചേച്ചി. ചേച്ചി വന്ന് വിളിച്ചാൽ മതി റെഡിയായിട്ട്. നീ പോയി കുളിച്ചൊരുങ്ങിക്കോ. 5 മണി കഴിയുമ്പോൾ ഇറങ്ങാം. ഇപ്പം 4 കഴിഞ്ഞില്ലേ? ആ ചേച്ചി ചിരിയോടെ തന്നെ പറഞ്ഞു. ഈ സമയത്ത് അമ്പലത്തിൽ പോകാൻ ഞാനും ആഗ്രഹിച്ചു. ദൈവത്തോട് കുറച്ച് റിക്വസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് വരാം. കൂടെ വേറെ ചില ലക്ഷ്യങ്ങളും. പറഞ്ഞ സമയത്ത് തന്നെ ഇറങ്ങി. കുറച്ച് നടക്കാവുന്നതേ ഉള്ളൂ. ഒരുമിച്ച് ഓരോന്ന് സംസാരിച്ച് നടന്നു. ഇതാണ് അവസരം. ഇപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞാലോ. മുഖവുരയൊന്നും വെച്ചില്ല, നേരെ കാര്യത്തിലേക്ക് കടന്നു. ചേച്ചിക്ക് നീലാംബരി ഓട്ടോ ഓടിക്കുന്ന മഹേഷ് ചേട്ടൻ അറിയോ? ചോദ്യം കേട്ടപ്പോൾ ഒന്ന് തല ചരിച്ചു നോക്കി. ഒന്ന് പതറിയെങ്കിലും പുറമെ കാണിച്ചില്ല. മുഖത്തേക്ക് തന്നെ നോക്കി ഉത്തരത്തിനായി. ആ അറിയാം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മീനാക്ഷിയുടെ ചേട്ടനാ. നല്ല ചേട്ടനാ. അഞ്ചു ഒന്ന് ചിരിച്ചു. നല്ല ചേട്ടനോ? അതിന് ചേച്ചിക്കെന്ത്? അല്ല, നീ എന്താ ഇപ്പോൾ ആ ചേട്ടനെ കുറിച്ച് ചോദിച്ചത്? ഒന്നുമില്ല ചേച്ചി, വെറുതെ ചോദിച്ചു എന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ വെറുതെ ചോദിക്കില്ലല്ലോ. എന്താടി കാര്യം പറയും? അത് ചേച്ചി, എനിക്ക് ആ ചേട്ടനെ ഇഷ്ടം. ഇപ്പോൾ കുറച്ച് നാളായി. സത്യം അതുപോലെ പറഞ്ഞു. അഞ്ചു ചേച്ചി അറിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണില്ല എന്നൊരു വിശ്വാസമുണ്ട്. നിനക്ക് വേറെ ആരെയും പ്രേമിക്കാൻ കിട്ടിയില്ലേ? ഇല്ല, എനിക്ക് ആളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത്. നന്നായിരിക്കുന്നു. മോൾക്ക് അയാൾക്ക് എത്ര വയസ്സുണ്ടെന്നറിയോ? ഇല്ല, ഞാനതൊന്നും നോക്കില്ല. ചേച്ചി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു തോന്നൽ. ഇവൾക്കിപ്പോൾ എന്താ ഞാൻ പ്രേമിച്ച? കൊച്ചി, അയാൾക്ക് വയസ്സ് 10-26 നിനക്കോ 17 കഴിഞ്ഞോ? ഓ, അത്രയല്ലേ ഉള്ളൂ. കൂടിപ്പോയാൽ 9 വയസ്സ് ഡിഫറൻസ്. എനിക്കതൊന്നും പ്രശ്നമില്ല. ചേച്ചി വേറെ ആരോടും പറയല്ലേ? ഞാനാരോടും പറയാൻ പോണില്ല. പക്ഷെ ഒന്നുകൂടി ആലോചിച്ചിരുന്നു. മറുപടി കൊടുത്തില്ല. ആലോചിക്കാനൊന്നുമില്ല. ഞാൻ ഉറപ്പിച്ചത് മഹേഷ് ചേട്ടൻ തന്നെ എൻ്റെ ഭർത്താവ്. എന്താ നിൻ്റെ ഉദ്ദേശം? നിത്യ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ചോദിച്ചു.
എനിക്കും അറിയില്ല ഇനി എന്താന്ന്. അഞ്ജു ചേച്ചിയോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച കാര്യം നിത്യയോട് പറഞ്ഞു. അവളെനിക്കിപ്പോഴും സപ്പോർട്ടാണ്. പ്രായത്തിലോ പണത്തിലോ ഒന്നും കാര്യമില്ല. സ്നേഹിക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ടോ എങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ സമ്പാദ്യം. എനിക്കറിയില്ലടി, എത്ര നാൾ ഞാനിതിങ്ങനെ ഉള്ളിക്കൊണ്ട് നടക്കും. അതല്ലേ നിന്നോട് ഞാനും ചോദിച്ചത്. നീ പറയാതെ എന്തായാലും പുള്ളി ഇതൊന്നും അറിയാൻ പോണില്ല. അതെനിക്കും അറിയാം, പറയണമെന്നുണ്ടടി. മനസ്സത് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച്, അതൊക്കെ ഒരു ടെൻഷൻ. ബുദ്ധൂസേ, ഇതിനൊക്കെ എന്തിനാടി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നേ? ഇന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്ക്, വെച്ച് താമസിപ്പിക്കണ്ട. നിത്യ കാര്യം പോലെ പറഞ്ഞു. ഉള്ളൊന്ന് കത്തി. എന്തായാലും പറയണം. പക്ഷേ ഇത്ര പെട്ടെന്ന് ഒട്ടും പ്രിപ്പയർഡ് അല്ല. എടി, നിനക്കെന്താ വട്ടായോ? ഇന്നോ? എവിടെ വെച്ച്? എന്തോന്ന് പോയി പറയും? നെഞ്ചിരിക്കുന്നത് കാതിൽ കേൾക്കാം. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലടി. ഒന്ന് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട്. പിന്നെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ചെല്ലാൻ ഇത് കോമ്പറ്റീഷൻ അല്ലേ? നീ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. ഇന്ന് സ്കൂൾ വിട്ടിട്ട് ഓട്ടോ സ്റ്റാൻഡിനടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങണം. എന്നിട്ട് പുള്ളിയുടെ ഓട്ടോ ഏതാണെന്നറിയാലോ, അതിൽ ചെന്ന് കയറണം. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അങ്ങ് പറഞ്ഞേക്ക്. സ്റ്റാൻഡിൽ മഹേഷ് ഏട്ടൻ ഇല്ലെങ്കിലോ? എന്നെ ഓട്ടോയിൽ നിന്ന് ഇറക്കി വിട്ടാലോ? വഴക്ക് പറയില്ലേ? പിന്നെ നീ അയാളുടെ ഒന്നും മോഷ്ടിക്കാനൊന്നുമല്ലല്ലോ പോകുന്നത്. ഇന്ന് ഓട്ടോ, അല്ലെങ്കിൽ നാളെ, ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ. ഓക്കെ? ഓക്കെ. എന്ത് വന്നാലും പറയുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. കൂടുതൽ ആലോചിച്ചാൽ ചിലപ്പോൾ പിന്നത്തേക്ക് മാറ്റി വച്ചേക്കും. ബസ്സിൽ നിന്നിറങ്ങി ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ഹൃദയമിടിപ്പൊന്ന് വർദ്ധിച്ചിരുന്നു. എന്നിട്ടും മഹേഷ് ഏട്ടൻ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. ഉണ്ടായിരുന്നു. മുന്നിൽ തന്നെ നീലാംബരി ഓട്ടോ കിടപ്പുണ്ട്. കണ്ണനെ കൂട്ടുപിടിച്ചു. ഓട്ടം പോണം. അയാളെ നോക്കിയൊന്ന് പറഞ്ഞു. ചെവിയിൽ തിരികെ വെച്ചിരിക്കുന്ന ഹെഡ്സെറ്റ് എടുത്ത് മാറ്റിയിട്ട് തല ചെരിച്ച് കയറാൻ പറഞ്ഞു. കാല് പോലും പൊങ്ങുന്നില്ല. വിറച്ചു പോകുന്നു. എങ്ങനെയോ കയറിയിരുന്നു. എങ്ങോട്ടേക്കാ? പാർക്കിൽ. ചോദിച്ചതിന് മറുപടി കൊടുത്തു. ഇനി എന്ത്? എങ്ങനെ തുടങ്ങും? ആൾ ഫോണിൽ പാട്ട് പ്ലേ ചെയ്തു. ചിത്രത്തിൽ പാർവതിയും ലാലേട്ടനും തകർത്ത് അഭിനയിച്ച ഈറൻ മേഘം. ആ വരികളിൽ കൂടി ഞാനങ്ങ് സഞ്ചരിച്ചു. ഞാനും സ്വന്തമാക്കും എൻ്റെ മഹേഷേട്ടനെ. ഉള്ളിലിരുന്നാരോ പറഞ്ഞ പോലെ തോന്നി. ഒരു ധൈര്യമൊക്കെ വന്നു. എന്തായാലും പറയണം. പിന്നെന്തിനാ താമസിക്കുന്നേ? റിജക്റ്റ് ചെയ്യുമെന്നും അറിയാം. എന്നാലും സ്വന്തമാക്കും. മഹേഷേട്ടാ. ഒരല്പം ഉറക്കെ തന്നെ വിളിച്ചു. ആളൊന്ന് ഞെട്ടി. പെട്ടെന്ന് തല ചരിച്ചു നോക്കി. ശരിക്കും പറഞ്ഞാൽ ആ നോട്ടത്തിൽ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഏട്ടനോട് എനിക്കൊരു കാര്യം പറയണം. എന്താടോ? പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല മുഖത്ത്. കണ്ണാടിയിൽ കൂടി ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. കാര്യം അറിയാനുള്ള ആകാംക്ഷ മാത്രം. എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. ഒത്തിരി ആലോചിച്ചു, വേണോ വേണ്ടോന്ന്. അവസാനം വേണോ എന്നതിൽ തന്നെ ഉറച്ചു നിന്നു. കൂടുതൽ വളച്ചു കെട്ടുന്നില്ല. എനിക്ക് മഹേഷേട്ടനെ ഇഷ്ടമാണ്. ഒരുപാട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒറ്റ ശ്വാസത്തിൽ കാര്യം പറഞ്ഞു. കേട്ട ഭാവമില്ല. ഒന്നും പറഞ്ഞില്ല. ചിരിച്ചതുപോലുമില്ല. ഗേറ്റിനടുത്ത് വണ്ടി നിർത്തി തന്നു. പതുങ്ങനെ ഞാൻ ഇറങ്ങി. ആളിരിക്കുന്ന സൈഡിൽ ചെന്ന് തന്നു. 20. ഒത്തിരി നേരത്തിന് ശേഷം വായിൽ നിന്നും വീണ വാക്ക്. തലയാട്ടി കൊടുത്തു. ബാഗിൽ നിന്നും പൈസ തിരഞ്ഞു. ഏട്ടനൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ വേണമെന്നില്ല. ആലോചിച്ചിട്ട് പതിയെ പറഞ്ഞാലും മതി. ഒരിക്കൽ കൂടി പ്രതീക്ഷയോട് നോക്കി. ദേഷ്യമൊന്നുമില്ല. ചിരിയുണ്ട് മുഖത്ത്. ഞാൻ പറഞ്ഞത് ആൾക്ക് തമാശയായിട്ട് തോന്നിയോ? ആലോചിക്കാനൊന്നുമില്ല കുട്ടി. താല്പര്യമില്ല. കുഞ്ഞല്ലേ താൻ. ഇപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ? പഠിക്കും. സമാധാനത്തിൽ പറയുന്നു. ഇതല്ല പ്രതീക്ഷിച്ചത്. ഒരു വഴക്കോ ദേഷ്യമോ അങ്ങനെയെങ്കിലും ഉണ്ടായില്ല. പൗച്ചിൽ നിന്നും കൂട്ടിപ്പെറുക്കി 20 രൂപ കൊടുത്തു. എന്നെങ്കിലും ഇഷ്ടമാകും മഹേഷേട്ടൻ എന്നെ. അത്രയും പറയണമെന്ന് വിചാരിച്ചില്ല. അറിയാണ്ട് വന്നുപോയി. അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് അയാളെ. ഒരിക്കലും ഉണ്ടാകില്ല. ഓട്ടോ വളച്ചെടുത്ത് പാഞ്ഞുപോയി. കണ്ണിൽ നിന്നും അകലുന്നത് വരെ ഞാൻ അതുപോലെ നിന്നു. ഇഷ്ടമാകും മഹേഷേട്ടൻ. എനിക്ക് അത്ര ഉറപ്പുണ്ട്. കാരണം എൻ്റെ സ്നേഹം സത്യം. ഓ, അപ്പോൾ അതാണ് കാര്യം. അങ്കിളിനെ സഹായിച്ചതിൻ്റെ പേരിൽ നിനക്ക് തോന്നിയ ഒരടുപ്പം. ദർശന ചേച്ചി മുഖത്തേക്ക് നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. അല്ലെന്ന പോലെ ഞാൻ 2 വശത്തേക്കും തല വെട്ടിച്ചു. അല്ല, അതുകൊണ്ട് മാത്രമല്ല. കാരണം ഒന്നുമില്ലാതെ എനിക്കിഷ്ടം അയാളെ. പക്ഷേ ഈ പറയുന്ന മഹേഷേട്ടനെ കുറിച്ച് നിനക്ക് എന്തറിയാം?
ദർശു ചേച്ചിയുടെ ആ ചോദ്യത്തിൽ ഞാൻ സംശയിച്ചു നിന്നുപോയി. ഡീ, ഞാനൊന്ന് പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്ക്. നീ പ്രണയിക്കുന്നതിന് ഞാൻ തെറ്റു പറയില്ല. പക്ഷെ പിന്നീട് നീ കരയാതിരിക്കാൻ ഒരു കാര്യം പറയാം. എന്ത്? ഈ മഹേഷേട്ടൻ നമുക്ക് ചേർന്ന കൂട്ടരല്ലടി. പുള്ളിക്ക് നീയുമായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. വയസ്സ് തന്നെ കൂടുതലാണ്. പിന്നെ തീരെ പാവങ്ങളാണ്. കൂടാതെ നമ്മുടെ ജാതി പോലുമല്ല. ഹിന്ദു അല്ലേ ചേച്ചി? ഹിന്ദുവാണ്. അതുകൊണ്ട് നീ എന്ത് വിചാരിക്കുന്നേ? നമ്മുടെ വീട്ടിലത് സമ്മതിക്കുമെന്നാണോ? പ്രത്യേകിച്ച് ആൻറ്റി. നീ ഇത് വിട്ടേക്ക്. ഇനിയും നിനക്കത് വേണോ? അച്ഛനെയും അമ്മയും കരയിപ്പിക്കണോ? ദർശു ചേച്ചി ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. എനിക്ക് കൊടുക്കാൻ ഉത്തരവില്ലായിരുന്നു. മഹേഷേട്ടന് വേണം എനിക്ക്. എൻ്റെ പ്രാണനാ. അതുപോലെ എൻ്റെ അച്ഛനെയും അമ്മയും വേണം. രണ്ടും ഒരുപോലെ പ്രാധാന്യമുണ്ട്. പക്ഷേ കാത്തിരുന്നോളാം ഞാൻ, അവരൊക്കെ സമ്മതിക്കുന്നത് വരെ. മഹേഷേട്ടന് ഇഷ്ടമാണെങ്കിൽ ഈ ജന്മം മുഴുവനും കാത്തിരിക്കാം. ദച്ചോ! അപ്പച്ചി അടുക്കളയിൽ നിന്നും ഉറക്കെ വിളിച്ചപ്പോൾ എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് ചേച്ചി ഉള്ളിലേക്ക് പോയി. പിന്നെ ഒരു നിമിഷം പോലും ഞാനും നിന്നില്ല. പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ധൃതി കൂട്ടി ഇറങ്ങി. പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി മഹേഷേട്ടൻ്റെ വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാനും മറന്നില്ല.